നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അവിടെ ഒരു കുടുംബം ഏറെ പ്രതീക്ഷയോടെയാണ് അർജുൻ മടങ്ങി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. വളരെ മനോധൈര്യത്തോടു കൂടിയിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. ഏതായാലും അവർ കടന്നുപോകുന്ന നിമിഷങ്ങൾ നമുക്ക് വളരെ അറിയാം. കാരണം കേരളം ഒന്നടങ്കം ഇപ്പോൾ അർജുനായിട്ട് കാത്തിരിക്കുകയാണ്. ഏതായാലും അർജുന്റെ സഹോദരി ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. വെള്ളത്തിലും കരയിലും ഒരുപോലെ തെരച്ചിൽ നടത്തണമെന്നാണ് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞിരിക്കുന്നത്. ഏത് രീതിയിലാണ് അർജുനെ കിട്ടുകയെന്ന് അറിയില്ലെന്നും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടെന്നും അവർ മാധ്യമങ്ങളോട് വളരെ കണ്ണീരോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നുകൂടി നമുക്കൊരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഏത് രീതിയിലാണ് അവനെ കിട്ടുക എന്നറിയില്ല, നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഞങ്ങൾക്ക് ചെറിയൊരു തുമ്പ് കിട്ടണം, അല്ലാതെ തിരിച്ചു വരില്ലെന്നാണ് അവിടെ നിൽക്കുന്നവർ പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് അവർ വൈകിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല. ആരെയും കുറ്റപ്പെടുത്താനില്ല. നിങ്ങളെല്ലാവരുടെയും ഇടപെടൽ കൊണ്ടാണ് സന്നാഹങ്ങളെല്ലാം അവിടെ എത്തിയത്. ആരെയും കുറ്റം പറയുന്നില്ല. 7 ദിവസമായി, അതായത് ഒരാഴ്ച. വെള്ളത്തിലും കരയിലും ഒരേ മാതിരി തന്നെ തിരച്ചിൽ നടത്തണം. ഏതായാലും വണ്ടി അവിടെ തന്നെയുണ്ട്. GPS ലൊക്കേഷൻ തന്നെ നിൽക്കണമെന്നില്ലല്ലോ. മുന്നോട്ടോ ബാക്കിലോട്ടോ സൈഡിലോട്ടോ ഒക്കെ പോകാം. അവരവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പ്രതീക്ഷ. എന്നാൽ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് അഞ്ജു വളരെ വികാരനിർഭരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ കുടുംബത്തിന്റെ ദുഃഖം, അവർ കടന്നു പോകുന്ന അവസ്ഥ എത്രത്തോളം ആകും, അതിന്റെ കാഠിന്യം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഏതായാലും നമ്മളെല്ലാവരും ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് അർജുൻ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്നാണ്. അതേസമയം ഇന്ന് ഗംഗാവലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സ് തെരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ മൻകൂന ഉള്ള സ്ഥലത്താണ് തെരച്ചിൽ നടത്തുന്നത്. പരിശോധനയ്ക്കായി നാവികസേന കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അർജുന്റെ വാഹനം വെള്ളത്തിൽ തന്നെയായിരിക്കുമെന്നാണ് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയ പ്രതികരിച്ചിട്ടുള്ളത്. കരയിലുണ്ടാകാൻ 99% സാധ്യതയില്ലെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു. സിഗ്നൽ കണ്ട ഭാഗത്ത് മണ്ണുമാറ്റൽ തുടരുന്നുവെന്നും അർജുന്റെ ബന്ധു ജിതിനും അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് മഴ തുടരുകയാണ്. NDRF സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മണ്ണുമാറ്റൽ തുടരുന്നതെന്നും ജിതിൻ പറഞ്ഞു. ലോറിയുടെ സാന്നിധ്യം സംശയിക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന തുടരുന്നു. ഈ ഭാഗത്ത് നിന്ന് മണ്ണെടുക്കൽ തുടരുകയാണ്. മുഴുവൻ പ്രവർത്തനവും ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ്. സിഗ്നൽ ലഭിച്ചത് മരത്തിന്റെയോ കല്ലിന്റെയോ അല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. വലിയ ലോഹഭാഗം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എന്താണെന്ന് ഉറപ്പിക്കാൻ മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട്. കനത്ത മഴയാണ് ഇപ്പോൾ തുടരുന്നത്. ശക്തമായ കാറ്റുമുണ്ട്. അർജുനായുള്ള തെരച്ചിൽ നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ലോറി 8 മീറ്റർ താഴ്ചയിലുണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടാവും. അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മണ്ണിനിടയിൽ ലോഹവസ്തു ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സിഗ്നൽ ലഭിച്ചത്. 2 റഡാറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് പരിശോധന. തെരച്ചിലിൽ നിർണായക സിഗ്നൽ ലഭിച്ചെന്ന് സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. വിശ്വസനീയമായ സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. 5 മിനിറ്റിനകം തന്നെ സ്ഥിരീകരണം ഉണ്ടാകും. സിഗ്നൽ ലഭിച്ച ഭാഗത്ത് പരിശോധന നടക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് വെല്ലുവിളിയാണ്. ആശങ്കയായി മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. അർജുനെ കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് MK രാഘവൻ MP അടക്കം പറഞ്ഞിട്ടുള്ളത്. ദൗത്യം ഏകോപിപ്പിക്കാൻ ഒരാളെ നിയോഗിക്കണം. കരസേനയ്ക്ക് കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. നേവിയുടെ സ്കൂബ ടീം പരിശോധന ആരംഭിച്ചു. പുഴയ്ക്കുള്ളിൽ രൂപപ്പെട്ട മൺകൂനകളിലും പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ആരും ഇതുവരെ രക്ഷാപ്രവർത്തനം നടക്കുന്നയിടത്ത് എത്തിയിട്ടില്ല. ലോറി മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും രഞ്ജിത്ത് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ആഴത്തിൽ മുന്നോട്ട് മണ്ണ് നീക്കാനാണ് ശ്രമം. ലോറി കരയിൽ തന്നെ ഉണ്ടെന്നാണ് നിഗമനമെന്നും ഇസ്രായേൽ പറഞ്ഞു.